ഗസ സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിനുള്ള ഉച്ചകോടിയാണ്. വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഉച്ചകോടിയാണ് ഇന്ന് ഈജിപ്തിൽ നടക്കാനിരിക്കുന്നത്. അങ്ങോട്ട് ട്രംപ് അല്പസമയത്തിനകം തിരിക്കും. നെതന്യാഹു പങ്കെടുക്കുന്നില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ ട്രംപ് ഇസ്രയേലിൽ സംസാരിക്കും. അവിടെ ബന്ദികളുടെ മോചിതരായിരിക്കുന്ന ബന്ദികളെ കണ്ടതിനു ശേഷമായിരിക്കും സംസാരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹമാസും ഇസ്രയേലും സമാധാന പദ്ധതി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നടക്കുന്ന ഉച്ചകോടിയായിരിക്കും ഇസ്രയേൽ പ്രതിനിധികൾ അല്ലെങ്കിൽ പലസ്തീനെ സംബന്ധിച്ച് വളരെ നിർണായകമാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിലെ പ്രതിനിധികൾ ആരും പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ്. നെതന്യാഹു പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ട്രംപ് എന്തായാലും അല്പസമയത്തിനകം ഈജിപ്തിലേക്ക് തിരിക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇസ്രായേലിൽ നിന്ന് ബെന്യാമിൻ നെതന്യാഹു പങ്കെടുക്കില്ല, വക്താവായിരിക്കും പങ്കെടുക്കുക എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ നേതാക്കളും പങ്കെടുക്കും. വളരെ നിർണായകമായിട്ടുള്ള ഗസയിൽ എന്തായിരിക്കും ഇനി എന്നുള്ളത്, അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങളിലായിരിക്കും ഇന്നത്തെ ചർച്ച നടക്കുകയെന്ന് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ഹമാസിനെ നിരായുധീകരിക്കുക, ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ട്രംപ് നൽകിയിരിക്കുന്ന പദ്ധതിയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഉച്ചകോടിയിൽ ലോകരാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും. MCA നാസർ ചേരുന്നുണ്ട്. MCA, വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച നിർണായകമാണ്. ട്രംപ് എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കാൻ ലോകം കാത്തിരിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? അതിനൊക്കെ ഇന്നിപ്പോ രാവിലെ ട്രംപിനോട് മാധ്യമത്തിനോട് ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു. കാരണം നിങ്ങൾ ഈ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ്. ആയിരക്കണക്കിന് ഹമാസ് പോരാളികളാണ് സായുധമായിട്ട് ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ തെക്കൻ ഗസയിലും നിലയുറപ്പിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ 2 കൊല്ലത്തെ യുദ്ധം നടന്ന ഘട്ടത്തിൽ പോലും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തുന്ന ഹമാസിനെയാണല്ലോ നാം കാണുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തൽക്കാലം താൻ ഇത് അനുവദിച്ചതാണ്. ഹമാസിന് വീണ്ടും ആയുധ സജ്ജരാകാൻ അവർക്കൊരു അവസരമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇതിന് ഒരു മാറ്റമുണ്ടാവും. വൈകാതെ തന്നെ കരാറിൽ പറഞ്ഞത് പ്രകാരം നിരായുധീകരണ പ്രക്രിയയിലേക്ക് നീങ്ങും എന്ന ഒരു പ്രതികരണമാണ് ട്രംപ് നടത്തിയത്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നത് ഈ നിരായുധീകരണത്തോട് ഹമാസ് ഇതുവരെ കൈക്കൊണ്ടിരിക്കുന്നത് വളരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. കാരണം ചെറുത്തുനിൽപ്പ് എന്നത് പലസ്തീൻ ജനതയുടെ അവകാശമാണ്. അത് അടിയറ വെക്കാൻ തങ്ങൾ ഒരുക്കമല്ല. ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം 1968 അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കിഴക്കൻ ജെറൂസലേം കേന്ദ്രമായിട്ടുള്ള ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അത് വരികയാണെങ്കിൽ അതിന്റെ സൈന്യത്തിന് എല്ലാ ആയുധങ്ങളും കൈമാറാനും ആ സൈനിക സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനും തങ്ങൾ ഒരുക്കമാണ് എന്നൊരു നിലപാടാണ് പ്രഖ്യാപിതമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങളെയും ഹമാസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമുക്കറിയാം, പശ്ചിമേഷ്യയുടെ കാര്യം നമുക്കറിയാം. എത്രത്തോളം കലുഷിതമാണ് ഇല്ലെങ്കിൽ അസ്വസ്ഥമായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷം മാത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. അപ്പം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, അതിനുള്ളൊരു വ്യക്തമായ കർമ്മ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് പശ്ചിമേഷ്യയിലെ സുസ്ഥിരമായ ഒരു സമാധാനം അത് പുലർന്നു കാണുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ കടക്കുമെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഖത്തറിലുണ്ടായ ആക്രമണം അത് വലിയ, ഇപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അത് വലിയ നിർണായകമായ സംഭവമായി മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചതോടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ കുറച്ചുകൂടി കാര്യങ്ങൾ വേഗത്തിലായി എന്ന് വേണ്ടേ കരുതാൻ. ആ തരത്തിൽ പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഏതു തരത്തിലൊരു ചർച്ചയായിരിക്കും ഇന്നത്തെ ഉച്ചകോടിയിൽ നടക്കുക? ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ മേഖലയിൽ ഒരു സമാധാനം പുലരണമെങ്കിൽ ഈ പലസ്തീൻ എന്നൊരു കോർ ഇഷ്യൂ, ഏറ്റവും പ്രധാനപ്പെട്ട ആ ഇഷ്യൂ ഫലപ്രദമായിട്ട് പരിഹരിക്കേണ്ടതുണ്ട്. കേവലം പൊടിക്കൈകൾ കൊണ്ടോ നിലവിലുള്ള ഈ ബന്ദി കൈമാറ്റം കൊണ്ട് അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ഈ തടവുകാരെ വിട്ടയച്ചത് കൊണ്ട് തീരുന്ന ഒരു ലളിതമായ പ്രശ്നമല്ല ഇത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1968 അതിർത്തി കേന്ദ്രീകരിച്ച് കിഴക്കൻ ജെറൂസലേം ആസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം, ഈ പലസ്തീൻ രാഷ്ട്രം വരാതെ ഈ പ്രതിസന്ധി തീരുകയില്ല എന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്നത്. വൈകിയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ അതിനെ ശരിവെക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ പോലും
ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ ഇപ്പോൾ പോലും കരുതുന്നത് ഈ ബന്ദികളെ വിട്ടയച്ചു, ഇനി വീണ്ടും ഹമാസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം, ഹമാസിനെ ഇല്ലാതെ. ഹമാസ് എന്നതൊരു വികാരം മാത്രമാണ്. അത് ഈ സംഘടന അല്ലെങ്കിൽ മറ്റൊരു സംഘടനയോ ആ സംഘടനാ സ്വഭാവത്തിലേക്കോ ഇത് മാറും. അപ്പോൾ ഈ പോരാട്ടം എന്നത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന അർത്ഥത്തിൽ ആണ്. അത്തരം ഒരു സമ്മർദ്ദമാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ തുടരുന്നത്.